നിങ്ങളോട് ചോദിക്കണമെങ്കിൽ എന്റെ വാപ്പ തന്നതായിരിക്കണം ആ പൈസ, എന്നാലേ ചോദിക്കാൻ പാടുള്ളൂ. സക്കറിയ സലാഹി പറയട്ടെ. ആരോപണങ്ങളെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിലവൻ ചോദിക്കാണ് എത്ര സംഖ്യ തന്നത്, അത് പറഞ്ഞു കൊടുക്കുക. ബന്റെ വാപ്പാൻ്റെയും തോന്നിയ പൈസ, അത് ബന്റെ വാപ്പാൻ്റെയും തോന്നിയ പൈസ ആണെങ്കിലല്ലേ നമുക്ക് ഓനോട് കണക്ക് വരേണ്ട ആവശ്യമുള്ളൂ. കേട്ടല്ലോ? അപ്പൊ കണക്കൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മളെ വാപ്പാനെ കേൾക്കും. ഇപ്പൊ ഞാൻ കേട്ടു, ഇനിയിപ്പോ വേറൊരാൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അയാൾ ഇനി ചോദിക്കൂല. ഇതൊക്കെ ഓരോ തന്ത്രമാണ്. ഇവിടെ ചീത്ത പറഞ്ഞിട്ട് ഒതുക്കണ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. മെമ്പറിൽ കയറിയിട്ട് പോലും മുമ്പിലിരിക്കുന്ന ആൾക്കാരാണ് ചീത്ത പറയാ, പിന്നെ അയാൾ ആ പള്ളിയിൽ വരരുത്. അതാണ് ഉദ്ദേശം. ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം, ഈ ഒരു സംസ്കാരം സക്കരിയാക്കൾ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു വാദത്തിന്റെ മാനദണ്ഡത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ജക്കരിയാന്റെ കുടുംബം പൂർവികമായി ആർക്കൊക്കെ എന്തൊക്കെ പൈസ കൊടുത്തു വരുന്നുണ്ട്. ജക്കരിയാന്റെ ഒരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. ഇതിനു മുമ്പ് ഫറൂഖ് കോളേജ് റൗദത്തിൽ നടന്ന കൗൺസിലിൽ ഞാൻ ചോദിച്ചു, ഉസൈൻ മടവൂർ സംഘടനയുടെ പേരിൽ എവിടെയൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എവിടുന്നൊക്കെ പണം കിട്ടുന്നുണ്ട്, പറയാൻ പറ്റൂല എന്നാണ്. ഉസൈൻ മടവൂർ കൊടുത്ത പൈസയുടെ കണക്ക് സംഘടനയിൽ ഉണ്ടാവുന്നല്ലാതെ സംഘടനയുടെ പേരിൽ എവിടെയൊക്കെ പൈസ പിരിക്കുന്നുണ്ട് പറഞ്ഞില്ല. മുദീറുൽ ഔഖാഫ് എന്ന് ലെറ്റർ ഹെഡും അതുപോലെ തന്നെ വിസിറ്റിംഗ് കാർഡ് അടിച്ചില്ലേ പിരിച്ചില്, ഔഖാഫിന്റെ മുദീറാണ് ഉസൈൻ മടവൂർ. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. NP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ട് ദിവസങ്ങൾ തികയും മുമ്പ് അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് തട്ടിയെടുക്കാൻ കുമാർ എന്ന് പറയുന്ന ആൾക്ക്, അബുദാബിയിലുള്ള ഒരു അറബിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മലയാളിയായ കുമാർ, അദ്ദേഹത്തിന് ഫാക്സ് അയച്ചില്ല ഇയാള്. അപ്പോ മടവൂരിനോട് മുമ്പ് കണക്ക് വെച്ചിട്ട് എത്ര കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ. അപ്പൊ അത് ആര് കൊടുത്തതായിരിക്കണം ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇയാളോട് കണക്ക് ചോദിച്ചാൽ അത് നമ്മളെ വാപ്പ തന്നാലേ ആളോട് ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ ഇയാൾ മടവൂരിനോട് കണക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നുണ പറയല് ഒരു ജീവിത ചര്യയാക്കി മാറ്റിയ ഈ മനുഷ്യൻ അതൊരു നുണ പറഞ്ഞ. ഫറൂഖ് റൗദത്തുൽ അറബി കോളേജ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഹുസൈൻ മടവൂരിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇനി വേറെ ഹുസൈൻ മടവൂരിന്റെ കോലത്തിൽ ഒരു ജിന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെ ഇയാൾ പറയേണ്ടി വരും. ഹുസൈൻ മടവൂരിനോട് അങ്ങനെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഇയാൾ ആ കൂട്ടത്തിൽ കുറച്ച് രണ്ട് ആരോപണം ഉന്നയിച്ചു. പറഞ്ഞ സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് NP അബ്ദുൽ ഖാദർ മൗലവിന്റെ NP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചപ്പോൾ ആ പ്രൊജക്ട് തട്ടിയെടുക്കാൻ കുമാറിന് കത്തയച്ചു. വളരെ പച്ചയായത് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കബറടക്കി എന്ന് പറഞ്ഞ വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിൽ ലേശം തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാലോ, അതിനുവേണ്ടി എടുത്തിട്ടതായിരുന്നു. അത് അവര് ഡോക്ടർ ഹുസൈൻ മടവൂരിനോട് ആവശ്യപ്പെട്ടതായിരുന്നു. ഹുസൈൻ മടവൂരിന് അതിനയച്ച പ്രതികരണമാണ് ഇവരിപ്പോ കൊണ്ടുനടക്കുന്നതെന്നും തുടർന്ന് ഈ വിഷയം ഇത് KNMുമായി തന്നെ നേതൃത്വവുമായി തന്നെ നേരിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹുസൈൻ മടവൂർ അത് ഇനി AP അബ്ദുൽ ഖാദർ മൗലവി തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് അയച്ച കത്തുകൾ നമ്മളതിന്റെ പിന്നാലെ അവതരിപ്പിച്ചതോട് ഇവർ നിർത്തിയതായിരുന്നു. കുറെ വിഷയങ്ങൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു. ഇതിപ്പോ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഒരു സ്വഭാവം. പിന്നെ മുദീറുൽ ഔഖാഫ് ഭയങ്കര കേൾക്കുമ്പോൾ ഒരു ഔഖാഫ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അയാളെ സംസാരത്തിൽ പറഞ്ഞു പോയിട്ട് കൃത്യമായും ISMന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഹുസൈൻ മടവൂര് പിരിഞ്ഞപ്പോ മർക്കസ് ദഅവയുമായി ബന്ധപ്പെട്ട പല പ്രൊജക്ടുകളും പകുതി വഴിയിലായിരുന്നു. പലതും കിട്ടാനുണ്ടായിരുന്നു. ഇങ്ങനെയല്ല, ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു ഉപവകുപ്പ് ISMന്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കി തീരുമാനിച്ച് മിനിറ്റ്സിലും റിപ്പോർട്ടിലും എഴുതി വെച്ചതാണ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് വഖഫ് മർക്കസുദ്ദാവ. മർക്കസുദ്ദാവയുടെ കീഴിലുള്ള ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് വഖഫാണ്. ഇവരിത് ആളുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കണം. എന്താ പറയുക, കേരള എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ വഖഫ് മന്ത്രി എന്നുള്ള രീതിയിലാണ്. അതല്ല, അങ്ങനെ ഒരു വകുപ്പ്, അതിന്റെ പേര് എന്തിടണമെന്ന് സക്കരിയല്ലല്ലോ തീരുമാനിക്കല്. അന്നത്തെ ISMന്റെ ആളുകൾ അങ്ങനെ ഒരു പേരിട്ടു, ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് വഖഫ് മർക്കസുദ്ദാവ. ആ രീതിയിലുള്ള വിസിറ്റിംഗ് കാർഡുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഗൾഫിലേക്ക് പോയപ്പോൾ ആ വിസിറ്റിംഗ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ ഈ ദൗറ നടത്തിയ പോലത്തെ ഗൂഢാലോചനയോ അതുപോലത്തെ ഗൂഢതന്ത്രങ്ങളോ ഒന്നും ഇതിന്റെ പിന്നിലില്ല. ISMന്റെ എല്ലാ ഭാരവാഹികളും എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അറിയുന്നൊരു സത്യമാണത്. ഇപ്പോഴും ISMന്റെ അന്നത്തെ രേഖ പരിശോധിച്ചാൽ അത് കാണാം. അങ്ങനെ ഒരു ഉപവകുപ്പ് ഉണ്ടാക്കിയതും ഹുസൈൻ മടവൂർ അതിന്റെ ചെയർമാൻ ആയിരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട്